പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയ നടൻ സലീം കുമാർ വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ നിരവധിയായ കഥാപാത്രങ്ങൾ മലയാളി മനസ്സിൽ എന്നും നിറം മങ്ങാത്ത ഓർമ്മയായി നിലനിൽക്കും. ക്യാമറയ്ക്ക് മുന്നിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ക്യാമറയ്ക്ക് പുറകിൽ തന്റേതായ ജീവിത വീക്ഷണങ്ങളെക്കുറിച്ച് ധീരമായി പറയുകയും ചെയ്തിരുന്ന സലീം കുമാർ തന്റെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞിരുന്നു. ദേശീയ പുരസ്കാരം വരെ നേടിയ അനുഗ്രഹീതനായ കലാകാരൻ കൂടിയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ സഹോദരതുല്യം ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ സ്നേഹത്തിന് ഉടമയായിരുന്നു സലീം കുമാർ. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമാണ്. പ്രിയ നടനെ ഒരു നോക്ക് കാണുവാനായി ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ 10:43 അന്ത്യം. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ പ്രകടനത്തിന് 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. കറുത്ത ജൂതൻ എന്ന ചിത്രം മികച്ച കഥാകൃത്തിനുള്ള 2016 സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായി. 2013 മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് കരസ്ഥമാക്കി. 1969 ഒക്ടോബർ 10 എറണാകുളത്ത് ഗംഗാധരന്റെയും കൗസല്യയുടെയും മകനായിട്ടാണ് ജനിച്ചത്. സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽക്കു തന്നെ നിരവധി കലോത്സവ വേദികളിൽ സജീവമായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ 3 വീട്ടുവളപ്പിലായിരിക്കും. സലീം കുമാറിന്റെ വിയോഗത്തിൽ ഒട്ടനവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ചിരിയുടെ രാജകുമാരന് കേരളപ്രണാമത്തിന്റെ ആദരാഞ്ജലികൾ.